പ്രേക്ഷകർ വൈകി വന്ന പ്രേക്ഷകർക്ക് ഇതാണ് സായയെ നമുക്കൊപ്പം ഇന്നുണ്ടാകും. ഇനി അങ്ങോട്ട് ഒരുപാട് കലാകാരന്മാരുടെ പെർഫോമൻസുകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓണക്കാലമാണ്. ഓണക്കാലത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് എല്ലാവരും ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. പർപ്പടക പുല്ലിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഷോയിൽ പറഞ്ഞിരുന്നു. ആ പർപ്പടക പുല്ലൊക്കെ കിട്ടാനൊക്കെ പാടാണ്. പക്ഷെ അതൊക്കെ സംഘടിപ്പിച്ച് ഓണക്കാലമായാൽ ഉത്രാട ദിനമൊക്കെ ആകുമ്പോഴേക്ക് തിരുവോണത്തിനാണ് ശരിക്കും അങ്ങോട്ട് നിറയുന്നത്. പക്ഷേ ചില ദേശങ്ങളിൽ ചില ഭാഗങ്ങളിൽ കുമ്മാട്ടി കെട്ടി ആടാൻ തയ്യാറായി നിൽക്കുകയാണ്. അവിടേക്ക് പോയിരിക്കുകയാണ് ജെയ്സൺ ചാമോളപ്പിൽ. നമുക്ക് തൃശ്ശൂരിലേക്ക് ഒന്ന് പോകാം. ജെയ്സൺ ചാമോളപ്പിൽ, ഗുഡ് ഈവനിങ്. എനിക്കൊപ്പം സായ കൂടിയുണ്ട്. ജെയ്സൺ, ഓക്സിജനിൽ 5 ദിന 6 മഹാവിൽപ്പന, പ്രോഡക്റ്റുകൾ പകുതി വിലയിൽ വരെ വിറ്റഴിക്കുന്നു. ഓണത്തിന്റെ ആദ്യത്തെ കുമ്മാട്ടി മഹോത്സവം ആരംഭിക്കുകയാണ്. പുതൂർക്കരയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വാമനനുണ്ട്, മഹാബലിയുണ്ട്, അപ്പുറത്ത് നിശ്ചല ദൃശ്യങ്ങളുണ്ട്, കുമ്മാട്ടിയുണ്ട്, മേളമുണ്ട്. അങ്ങനെ ഇവിടെ ഇല്ലാത്തത് ഒന്നും തന്നെ ഇല്ല. ഇത് തൃശ്ശൂരിൽ ആദ്യത്തെ കുമ്മാട്ടിയാണോ? തൃശ്ശൂർ ഉത്രാടത്തിന്റെ ആദ്യത്തെ കുമ്മാട്ടിയാണത്. പുതൂർക്കര സാംസ്കാരിക കലാവി നടത്തുന്ന ആദ്യത്തെ കുമ്മാട്ടി. ഏറ്റവും ഫസ്റ്റ് 27 വർഷമായി കുമ്മാട്ടി. നമ്മുടെ 27ാമത് കുമ്മാട്ടിയാണ്. ഏറ്റവും ആദ്യം ഉത്രാടത്തിന് നമ്മളാണ് പരിപാടി നടത്തിയിട്ടുള്ളത്. ഇതിപ്പോ എന്തൊക്കെയുണ്ട്? എന്തൊക്കെ ഐറ്റങ്ങളാണ് ഈ കുമ്മാട്ടിയിലുള്ളത്? എല്ലാ തരത്തിലുണ്ട്. കുമ്മാട്ടികളുണ്ട്, തെയ്യമുണ്ട്, അതേപോലെ ബട്ടർഫ്ലൈ ഉണ്ട്, ഡോളുണ്ട്, തമ്പോലുണ്ട്, ബാൻഡുണ്ട്, ശിങ്കാരിമേളുണ്ട്. പിന്നെ ഇത് എവിടെ നിന്ന് തുടങ്ങി എവിടെയാണ് അവസാനിക്കുന്നത്? പുതൂർക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രാങ്കണത്തിൽ തുടങ്ങിയിട്ട് നേരെ ഇവിടുത്തെ പുതൂർക്കരയുടെ പ്രാന്ത പ്രദേശങ്ങൾ ചുറ്റിയിട്ട് പുതൂർക്കര വായനശാലയിൽ അവസാനിക്കും. അപ്പൊ സുജിയ, നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. വലിയ വിപുലമായ ഒരു കുമ്മാട്ടി സംഘമാണ് ഇപ്പോൾ തൃശ്ശൂരിലെ ഓണത്തിന്റെ ആദ്യത്തെ കുമ്മാട്ടി സംഘമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. തൃശ്ശൂർ നഗരത്തിൽ നിന്ന് അടുത്തുള്ള പുതൂർക്കരയിലാണ് ആദ്യത്തെ സംഘം ഇറങ്ങുന്നത്. ഇനി ഏകദേശം 50ഓളം ജില്ലയിൽ 50ഓളം കുമ്മാട്ടി സംഘങ്ങൾ വിവിധ ദിവസങ്ങളിലായി ഇറങ്ങും. അതിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഉത്രാടത്തിലെ കുമ്മാട്ടി. ആഞ്ജനേയരുണ്ട്. ആഞ്ജനേയർ മുഖം കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് തവണത്തെ ഓണം? നന്നായിട്ടുണ്ട്. ആഞ്ജനേയർ സംസാരിക്കുന്നില്ല. ആൾക്ക് മുഖം വെച്ചതുകൊണ്ട്, മുഖംമൂടി വെച്ചതുകൊണ്ട് അത് സംസാരിക്കാൻ കഴിയാത്തതാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ പോകാം. അവിടെ കുമ്മാട്ടിക്ക് മാത്രമായി ചില പ്രത്യേകതരം പാട്ടുകളൊക്കെ ഉണ്ടെന്ന് നമ്മുടെ തൃശ്ശൂരുകാരൻ സൗമേഷ് പറയുന്നുണ്ട്. അപ്പൊ ആ കുമ്മാട്ടി പാട്ട് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പാട്ടും കൂടി ആയാൽ കുറച്ചുകൂടി ഒന്ന് കളറാകും. കുമ്മാട്ടി മേളം തുടങ്ങുന്നത് ഇപ്പോൾ ആദ്യം ബാൻഡ് സെറ്റാണ്. അതുപോലെ തന്നെ ശിങ്കാരി മേളമുണ്ട്. അങ്ങനെ പല മേളങ്ങളുണ്ട്. കുമ്മാട്ടി സംഘം നൃത്തം ചെയ്യാൻ, കുമ്മാട്ടി കളിക്കാൻ പോകുന്നതേ ഉള്ളൂ. തുടക്കം കുറിക്കുകയാണ്. പുതൂർക്കര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് ഈ കുമ്മാട്ടി ആരംഭിക്കുന്നത്. ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനെല്ലാവരും നിരന്നു കഴിഞ്ഞു. കുമ്മാട്ടി പാട്ടും അതുപോലെ തന്നെ നാടൻ പാട്ടുകളൊക്കെ ആയിട്ട് വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ഓണാഘോഷമാണ്. ആളുകളുടെ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ വിവിധ കേട്ടിട്ടില്ലേ കുമ്മാട്ടിയുടെ പാട്ട്? കേട്ടിട്ടില്ലേ? തള്ളേ തള്ളേ എങ്ങോട്ട് പോണു എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പാടിപ്പിക്കാം. തീർച്ചയായും നമുക്ക് പാടിപ്പിക്കാം. അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ അതിനു മുൻപ് നമുക്ക് ഇവരോട് എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണോ? അല്ല, മുൻപ് ഉണ്ട്. ഇത് ഈ പുതൂർക്കരയിലല്ലേ പങ്കെടുത്തു? കഴിഞ്ഞ വർഷം ആയിരുന്നു. പാട്ടൊക്കെ പാടുന്നില്ലേ? കൊട്ടിനൊപ്പം ഡാൻസാണ്. ഇവരുടെ ഡാൻസും ഉണ്ട്. ഇനിയിപ്പോൾ കുമ്മാട്ടി സംഘങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. കുമ്മാട്ടി സംഘങ്ങളുടെ പാട്ട്, പക്ഷേ ഈ കുമ്മാട്ടി സംഘങ്ങൾ പാട്ടില്ല. നമ്മുടെ പഴയ പാട്ട്, ആ പാട്ടൊക്കെ ഇവിടെ പാട്ടുണ്ടോ? തീർച്ചയായിട്ടും. ആരാ ഇവിടെ പാടുന്നത്? നമുക്കൊന്ന് അവരെ ഒന്ന് പാടിക്കാൻ പറ്റുന്ന ആരാ ഉള്ളത്? നല്ല രസകരമായ പാട്ടുകളാണ്. അതാ ചാടി ഹനുമാൻ, രാവണന്റെ മതിലിന്മേൽ എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ വളരെ ഫേമസ് ആണ്. തൃശ്ശൂരുകാരോട് ആരോട് ചോദിച്ചാലും പാടുന്ന കുമ്മാട്ടി പാട്ടുകളൊക്കെ ധാരാളമുണ്ട്. രാവണന്റെ മതിലിന്മേൽ കയറിയിരിക്കുന്ന ഹനുമാനെ കുറിച്ച് ആടിയാലോ? ഒന്ന് ചെറുതായിട്ടൊന്ന് ആടിയാലോ? ഒന്ന് ഡാൻസ് ചെയ്താലോ? ഒന്ന് ഡാൻസ് ചെയ്യല്ലേ? നരസിംഹമൂർത്തിയല്ലേ? ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് പാട്ടിൻ്റെ ഒപ്പം തുടങ്ങാം. മേളം വേണോ? അവരിപ്പോൾ മേളം തുറക്കട്ടെ എന്നിട്ട് പാടാം എന്നാണ്. മേളത്തിനൊത്ത് താളം പിടിക്കുക എന്നതാണല്ലോ പൊതുവെ. ഇങ്ങോട്ട് അതിനു മുന്നേ നമുക്ക് ചില ദൃശ്യങ്ങളിലേക്ക് പോലെ ആമയുടെ വളരെ രസകരമായൊരു ദൃശ്യം അവർ മുന്നിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആമ പതുക്കെ നീങ്ങും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ആമകളുടെ സുജയെ കാണുന്നുണ്ടോ? ആമകളുടെ ദൃശ്യമാണ്. ആമയുടെ
മുഖം വളരെ ഒരു കൗതുകം നിറഞ്ഞ ഒരു സംഗതിയാണ്. ജെയ്സൺ, ഇതൊക്കെ കണ്ട് കൗതുകം പിടിച്ച ഒരാൾ ഇവിടെ ഉണ്ട്. പതുക്കെ പതുക്കെ ജെയ്സൺ, ഈ കുമ്മാട്ടിയും പർപ്പടക പുല്ലും ഒക്കെ കണ്ട് ഒരാളുടെ രസം പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ജെയ്സൺ അറിഞ്ഞായിരുന്നോ? എന്റെ കൂടെ ഒരാളുകൂടി ഉണ്ട്, കണ്ടായിരുന്നോ? പിന്നെ അവരെ കൊണ്ട് നമുക്കൊരു ദിവസം കൊണ്ടുവന്നാലോ, പുലിക്കളിക്ക് കൊണ്ടുവന്നാലോ അവരെ. പുലിക്കളിക്ക് പോകുന്നോ സായ? കണ്ടാൽ എന്തായിരിക്കും ഇപ്പൊ അവരുടെ സ്ഥിതി? കുമ്മാട്ടി കണ്ടിട്ട് ഇങ്ങനെയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുമ്മാട്ടി എന്ന വാക്ക് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ജെയ്സൺ ഒരു പാട്ട് കൂടി കേൾപ്പിച്ചാൽ ഞാൻ വളരെയധികം സന്തോഷവതിയായിരിക്കും. എന്താണ് ഈ കുമ്മാട്ടി പാട്ട്? സായ ഡാൻസ് കളിക്കാൻ തുടങ്ങി. സായ അതൊക്കെ കൈയൊക്കെ അനക്കി തുടങ്ങിയിട്ടുണ്ട് ജെയ്സൺ. അതെ, സായനം നമുക്ക് പുലിക്കളിക്ക് കൊണ്ടുവന്നാലോ സുജയ? എങ്ങനെ ഉണ്ടാവും? ഗംഭീരാവും? പുലിയെ കണ്ട് പേടിച്ചു പോകുമോ, അതോ പുലി ഇവരെ കണ്ട് പേടിക്കോ? എന്താ സ്ഥിതി? ഇതിപ്പോ എന്ത് തോന്നുന്നു സുജയ്ക്ക്? ഇത് കുഴപ്പമില്ല, ആള് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ ആളുകൾ ആദ്യമൊക്കെ എല്ലാരും എന്നോട് ചോദിക്കുന്നത് ധൈര്യശാലിയാണോ? ധൈര്യശാലിയാണോ എന്നെ പോലെ? കേട്ടോ, പുലിയൊന്നും പേടിയില്ലാന്ന്. അതെ അതെ, നമുക്ക് പുലിക്കളി കൊണ്ടുവരാം അവരെ. പുലിക്കളിക്ക് സായെ നമുക്ക് അങ്ങോട്ടേക്ക് ഇറക്കാം. അപ്പൊ കുമ്മാട്ടിയുടെ ആട്ടം തുടങ്ങുമ്പോഴേക്ക് നമുക്ക് ജെയ്സണിലേക്ക് തിരികെ എത്താം. അവിടെ കുമ്മാട്ടിയൊക്കെ ഒന്ന് ഇളകി വരുന്നതേ ഉള്ളൂ. കുമ്മാട്ടി ആട്ടവും കുമ്മാട്ടി പാട്ടും ഒക്കെ ജെയ്സൺ ഒന്ന് സെറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് വരാം.